ഇന്നത്തെ താരൻ്റെ ഇതാട്ടാ. ഇതെന്താണെന്നുള്ളത് ഞാൻ വഴിയെ പറഞ്ഞുതരാം. അപ്പം എല്ലാവരുടെയും ഓണൊക്കെ എവിടം വരെ എത്തി? ഓരോന്നൊക്കെ ഉണ്ടാക്കണതിൻ്റെ ഒക്കെ തിരക്കിലാവൂലേ. അപ്പം ഞാൻ ദേ മെല്ലെ തുടങ്ങിയിട്ടുള്ളൂ. സാധനങ്ങൾ കണ്ടപ്പോൾ മനസ്സിലായില്ലേ, നമ്മുടെ ഇഞ്ചമ്പുളി തന്നെ. അപ്പോൾ കുറച്ച് ഉണ്ടാക്കണല്ലോ, അതുകൊണ്ട് കുറച്ച് ഇഞ്ചി കുനുകുന അരിഞ്ഞു, 2 പച്ചമുളക്, 2-3 ചുവന്നുള്ളി, അതുപോലെ കറിവേപ്പില. ഇതൊക്കെ നമ്മൾ മൺചട്ടിയിലാട്ട വെക്കണേ. കുറച്ച് പുളി എടുത്തിട്ടുണ്ട്, അതിലേക്ക് ഇത്തിരി മുളക് പൊടിയും ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും ഒരു ഇത്തിരി ഉപ്പ് അവസാനം നോക്കിയിട്ടാൽ മതിയിട്ട്. പുളിയിലും ശർക്കരയിലൊക്കെ ഉപ്പുണ്ടാവും. ഇത്തിരി വെളിച്ചെണ്ണ ഒഴിക്കണം. പുളി പിഴിയുമ്പോൾ അതെ കുറേ വെള്ളം ഒഴിച്ച് പിഴിയണ്ട കേട്ടോ, കാരണം കുറച്ചേശ്ശെ വെള്ളം ഒഴിക്കുക, കാരണം കുറേ വെള്ളമായി അത് വറ്റിച്ചെടുക്കാൻ സമയം എടുക്കും. അതെല്ലാം കൂടി ചട്ടിയിലൊക്കെ ഇട്ട് നന്നായി ഞെരടി നല്ലതായിട്ട് മിക്സ് ചെയ്തിട്ട് ഗ്യാസിൽ വെക്കുക. അതിന് ഇങ്ങനെ കുറുകണമല്ലോ, അപ്പോൾ ഇങ്ങനെ തിളയ്ക്കണ വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. തിളച്ച് കഴിഞ്ഞാൽ മെല്ലെ ഇത്തിരി ഗ്യാസ് കുറച്ച് വെക്കുക കേട്ടോ. എന്നിട്ട് അപ്പോൾ ആ ഗ്യാപ്പിലാണ് ഞാൻ പറഞ്ഞ ഐറ്റം, ഇതാണ് നമ്മുടെ താരം കൈപ്പയ്ക്ക. അപ്പോൾ കൈപ്പയ്ക്ക അച്ചാറാണ് ഞാൻ നേരത്തെ കാണിച്ചത് കേട്ടോ. അപ്പം നന്നായി അതിൻ്റെ ഇടയിൽ കുറുകി വന്നപ്പോൾ ഞാൻ എന്താ പറയുക, ശർക്കരയും അതുപോലെ തന്നെ ഒരു നുള്ളു കായപ്പൊടി ഇട്ടിട്ട് അത് വീണ്ടും ഇങ്ങനെ കുറുകാൻ വേണ്ടി വെച്ചു. അപ്പോൾ ആ ഗ്യാപ്പിൽ പാവയ്ക്ക ഇരുന്നിട്ട് അതിൽ ഇത്തിരി ഉപ്പും വിനാഗിരി ഒഴിച്ചിട്ട് കുറച്ച് നേരം ഇങ്ങനെ തിരുമ്പി വെക്കുക, അതിൽ കയ്പ്പ് ഇറങ്ങി വരാൻ വേണ്ടിയിട്ടാട്ടോ. അപ്പോഴത്തേനും നമ്മുടെ ഇഞ്ചമ്പുളിയൊക്കെ കുറുകി സെറ്റായി. ഞാൻ അതിലേക്ക് കടുക് പൊട്ടിച്ചൊഴിച്ചു. നല്ല സൂപ്പറായിരുന്നു കേട്ടോ, അത് നല്ല രസമുണ്ടായിരുന്നു. ഇഞ്ചമ്പുളി എനിക്ക് നന്നാവുന്ന ഉറപ്പുണ്ടായിരുന്നു. പക്ഷേ ഈ പാവയ്ക്കാച്ചാറിൽ എനിക്ക് ഒട്ടും പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. ഒരു പരീക്ഷണാർത്ഥം ഞാൻ തുടങ്ങിയതാട്ടോ. അപ്പം അതിൻ്റെ ഇടയിൽ ഞാൻ വെളുത്തുള്ളിയും അതേപോലെ തന്നെ ഇഞ്ചിയൊക്കെ അരിഞ്ഞെടുത്തു. അപ്പോഴത്തേനും കൈപ്പയ്ക്കന്ന് നീരൊക്കെ ഇറങ്ങി നന്നായി പിഴിഞ്ഞെടുത്തു. എന്നിട്ട് നമ്മൾ വെളിച്ചെണ്ണയിലല്ല, ഞാൻ തവിടെണ്ണ ആയിട്ട് ഉപയോഗിച്ച്, നല്ലെണ്ണയിൽ വേണമെങ്കിൽ ഉണ്ടാക്കാൻ കുറച്ചെടുത്തിട്ടുള്ളൂ കേട്ടോ. അത് നന്നായി ഗോൾഡൻ ബ്രൗൺ, വല്ലാണ്ട് ബ്രൗൺ ആവേണ്ട, കുറച്ച് ബ്രൗൺ ആവുന്ന രീതിയിൽ നന്നായി വറുത്തെടുക്കുക. പിന്നെ അതേ എണ്ണയിൽ തന്നെ കടുകും പൊട്ടിച്ച് പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചതൊക്കെ ഇട്ട് മൂപ്പിച്ച് മുളക് പൊടിയും അതുപോലെ അച്ചാർ പൊടിയും ഒരു നുള്ളു കായപ്പൊടിയും ഞാൻ ഇടുന്നുണ്ട്, വേറൊന്നും ഇടണില്ല. നന്നായി മൂത്ത് കഴിയുമ്പോൾ നമ്മുടെ ഈ വറുത്ത് വെച്ച പാവയ്ക്കയുടെ, അപ്പം ഞാൻ വറുത്ത് വെച്ച സമയത്ത് ഞാൻ ഒരെണ്ണം കടിച്ചു നോക്കിയപ്പോൾ വലിയ കയ്പ്പുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പം തന്നെ എനിക്കൊരു ഇത്തിരി ഇതായി, ശരിയാവും എന്നാണ് അപ്പം എനിക്ക് മനസ്സിൽ തോന്നി. എന്നിട്ട് പിന്നെ വിനാഗിരി ഒഴിച്ച് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് പിന്നെ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തു. പിന്നെ ഒരു നുള്ളു പഞ്ചസാര ഇട്ടു കേട്ടോ. അവസാനം നമ്മുടെ അച്ചാർ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ സൂപ്പർ എന്ന് പറഞ്ഞ അടിപൊളി പാവയ്ക്ക അച്ചാർ എന്ന് പറയില്ല, അങ്ങനെ കയ്പൊന്നുമില്ല, നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പം എന്തായാലും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കിയോളൂ. എന്തായാലും അച്ചാറൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടോ, പാവയ്ക്ക എങ്ങനെ കിട്ടുകയാണെങ്കിൽ ഇത് എന്തായാലും ചെയ്തോളൂ കേട്ടോ. അപ്പം നമ്മുടെ ഇഞ്ചാമ്പുളി അച്ചാറൊക്കെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ.